പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിമാനയാത്രയിൽ സഹയാത്രികർക്ക് നേരെയുണ്ടാകുന്ന അതിക്രമങ്ങൾ, ഉപദ്രവങ്ങൾ അത് പലതരത്തിലായിട്ടുള്ള റിപ്പോർട്ടുകളായി പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. പക്ഷേ ആ ഒരു സംഭവത്തിൽ ഇന്ത്യക്കാരനെതിരെയാണ് കുറ്റം ചുമത്തിയിരിക്കുന്നത് എന്നതാണ് വിവരം. വിമാനയാത്രയ്ക്കിടെ വനിതാ യാത്രക്കാരിയെ ഉപദ്രവിച്ച കേസിൽ 20-കാരനായിട്ടുള്ള ഇന്ത്യൻ യുവാവിനെതിരെ കുറ്റം ചുമത്തി നടപടിയെടുത്തു എന്നാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. സിംഗപ്പൂർ കോടതിയാണ് ഇന്ത്യൻ യുവാവിനെതിരെ കുറ്റം ചുമത്തി നടപടിയെടുത്തിരിക്കുന്നത്. സിംഗപ്പൂർ എയർലൈൻസ് വിമാനത്തിലാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. വിമാനത്തിൽ യാത്ര ചെയ്യുന്നതിനിടെ വിമാനത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 28-കാരിയായിട്ടുള്ള ജീവനക്കാരിയെ ഇന്ത്യൻ യുവാവായിട്ടുള്ള രജത് കടന്നുപിടിക്കാൻ ശ്രമിച്ചു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കടന്നുപിടിക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി വിമാനത്തിന്റെ ശുചിമുറിയിലേക്ക് ഇവരെ പിടിച്ച് കൊണ്ടുപോകുകയും അവിടെ വെച്ച് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന രീതിയിൽ കേസെടുത്തിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ നിന്ന് സിംഗപ്പൂരിലേക്കുള്ള വിമാനത്തിൽ ഫെബ്രുവരി 28-ന് യാത്ര ചെയ്യുന്നതിനിടയിലാണ് ഇങ്ങനൊരു സംഭവം നടന്നത്. ചൊവ്വാഴ്ച രജതിനെ സിംഗപ്പൂർ കോടതിയിൽ ഹാജരാക്കി. ഇയാൾ കുറ്റം സമ്മതിച്ചതായിട്ടും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഈ കേസ് സംബന്ധിച്ച് സിംഗപ്പൂർ പോലീസ് അധികൃതർ പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. ഒരു വനിതാ യാത്രക്കാരിയെ വിമാനത്തിലെ ശുചിമുറിയിലേക്ക് പോകാൻ ജീവനക്കാരി സഹായിക്കുന്നതിനിടെ 20-കാരൻ കടന്നു പിടിച്ചു എന്നും ശുചിമുറിയുടെ അടുത്തെത്തിയപ്പോൾ നിലത്ത് ഒരു ടിഷ്യൂ പേപ്പർ കിടക്കുന്നത് കണ്ട് ജീവനക്കാരി അത് എടുക്കാനായി കുനിഞ്ഞപ്പോൾ ഈ സമയം യുവാവ് ഇവരുടെ പിന്നിൽ വന്നു നിന്ന് ശരീരത്തിൽ കടന്നുപിടിക്കുകയാണ് ഉണ്ടായതെന്നും ശുചിമുറിയിലേക്ക് ഇവരെ പിടിച്ചു തള്ളി എന്നുമാണ് സംഭവത്തിൽ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സംഭവം കണ്ട വനിതാ യാത്രക്കാരി ഉടൻ തന്നെ പ്രതികരിക്കുകയും ജീവനക്കാരിയെ ശുചിമുറിയിൽ നിന്ന് പുറത്തിറക്കാൻ സഹായിക്കുകയും ചെയ്തതോടെയാണ് വലിയൊരു അതിക്രമം മാറ്റി നിർത്തപ്പെട്ടത്. ജീവനക്കാരി സംഭവം വിമാനത്തിലെ ക്യാബിൻ സൂപ്പർവൈസറെ അറിയിക്കുകയായിരുന്നു. വിമാനം സിംഗപ്പൂർ ചാങ്ങി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തതിന് പിന്നാലെ എയർപോർട്ട് പോലീസ് ഡിവിഷൻ ഉദ്യോഗസ്ഥർ ഇയാളെ അറസ്റ്റ് ചെയ്തു. സിംഗപ്പൂരിലെ നിയമപ്രകാരം 3 വർഷം തടവ്, പിഴ, ചാട്ടവാറടി എന്നിവയോ അല്ലെങ്കിൽ ഇവയിൽ ഏതെങ്കിലും ശിക്ഷകളോ ഒന്നിലധികം ശിക്ഷകളോ ഒരുമിച്ചോ അല്ലെങ്കിൽ മുഴുവൻ ലഭ്യമാകുന്ന രീതിയിലോ ശിക്ഷ ലഭിക്കാവുന്ന കേസ് തന്നെയാണ് ഇത്. കേസിന്റെ അടുത്ത നടപടി മെയ് 14-ലേക്കാണ് കോടതി മാറ്റിവെച്ചിരിക്കുന്നത്. അതേസമയം യാത്രക്കാർക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഉപദ്രവങ്ങളും യാത്രക്കാർക്ക് ദുരനുഭവം സംഭവിക്കുന്ന റിപ്പോർട്ടുകളും പലതരത്തിലാണ് വിമാന കമ്പനികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ളത്. അത്തരത്തിൽ ഉപദ്രവകരമായിട്ടുള്ള രീതിയിൽ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ വലിയ വിവാദങ്ങൾക്ക് വരെ വഴിവെച്ചിട്ടുണ്ട്. വിമാനയാത്രക്കിടെ സഹയാത്രികൻ ദേഹത്ത് മൂത്രമൊഴിച്ചതിന്റെ പേരിൽ വൃദ്ധയുടെ പരാതി ഉയർന്ന സംഭവമായി വലിയ വിവാദത്തിന് വകവെച്ച ഒരു സംഭവമായിരുന്നു. ന്യൂയോർക്കിലാണ് അന്ന് അത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ന്യൂയോർക്ക് ദില്ലി വിമാനത്തിൽ 2023 നവംബറിലായിരുന്നു അത്തരത്തിലൊരു വിവാദമായിട്ടുള്ള ഒരു സംഭവം നടന്നത്. മദ്യപിച്ച് സഹയാത്രികൻ അതിക്രമം കാട്ടിയെന്നായിരുന്നു അന്ന് വൃദ്ധ നൽകിയ പരാതി. എയർ ഇന്ത്യ ക്യാബിൻ ക്രൂ നടപടി സ്വീകരിച്ചില്ല എന്നും ഈ പരാതിക്കാരുടെ ആക്ഷേപം ഉണ്ടായിരുന്നു. ഇതാണ് വിവാദത്തിലേക്ക് വഴിവെച്ചത്. ബിസിനസ് ക്ലാസ് യാത്രക്കാരിയാണ് പരാതിയുമായി അന്ന് രംഗത്തെത്തിയത്. തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് വ്യക്തമാക്കി ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ എൻ ചന്ദ്രശേഖരന് പരാതിക്കാരി എഴുതിയ കത്ത് പുറത്തു വന്നതോടെ സംഭവം വലിയ രീതിയിൽ വിവാദമായി. ക്യാബിൻ ക്രൂവിനെ അറിയിച്ച ശേഷം മോശമായി പെരുമാറിയ ആൾ ദില്ലി വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷം മറ്റൊന്നും സംഭവിക്കാതെ പുറത്തുപോയി എന്നാണ് പരാതിക്കാരിയുടെ ഏറ്റവും വലിയ പരാതിയായിരുന്നു ഉയർന്നിരുന്നത്. വളരെ മോശം അനുഭവത്തിൽ കൂടി കടന്നുപോയിട്ടുണ്ടെന്നും വിമാനത്തിലെ ജീവനക്കാർ തന്നോട് സഹകരിച്ചില്ല എന്നും പരാതിക്കാരി അന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എയർ ഇന്ത്യ 102 വിമാനത്തിലായിരുന്നു സംഭവം നടന്നത്. ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ ദുരനുഭവം ഉണ്ടായത്. ലൈറ്റുകൾ ഓഫായതിന് പിന്നാലെ സഹയാത്രികൻ തന്റെ സീറ്റിനടുത്തേക്ക് നടന്നു വരികയും പാന്റ് തുറന്ന് ദേഹത്തേക്ക് മൂത്രമൊഴിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാണ് പരാതി. മദ്യപിച്ച് ലക്കുകെട്ട അവസ്ഥയിലായിരുന്നു ഇയാളെന്നും കത്തിൽ വിശദമാക്കിയിട്ടുണ്ട്. മൂത്രമൊഴിച്ച ശേഷം സീറ്റിനടുത്ത് നിന്ന് മാറാതെ സ്വകാര്യ ഭാഗങ്ങൾ സ്ത്രീക്ക് നേരെ പ്രദർശിപ്പിക്കാനും ഇയാൾ മടി കാണിച്ചില്ല എന്നും കത്തിൽ പറഞ്ഞിട്ടുണ്ട്. പരാതിക്കാരിയുടെ വസ്ത്രത്തിലും ഷൂസിലും ബാഗിലും എല്ലാം മൂത്രമൊഴിക്കുകയാണ് ഉണ്ടായത് എന്നും പരാതിയിൽ പറയുന്നു. യാത്രക്കാരി ശബ്ദമുണ്ടാക്കിയതിന് പിന്നാലെയാണ് ഇയാൾ സീറ്റിനടുത്ത് നിന്ന് മാറാൻ പോലും തയ്യാറായത്. ക്യാബിൻ ക്രൂ ഈ സംഭവം കണ്ടുവെങ്കിലും ഇതിൽ കൃത്യമായ ഒരു നടപടിയൊന്നും എടുത്തില്ല എന്നതായിരുന്നു അന്ന് വിവാദത്തിന് കാരണമായത്.